നമ്മുടെ ആട്ടിൻകൂട്ടിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞത് നമ്മുടെ സുന്ദരി പ്രസവിച്ചു കേട്ടോ. പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പുല്ലൻ്റെ കൂട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ കാണുന്നത് നമ്മൾ പ്ലാവില, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പ്ലാവ് കിട്ടിയപ്പോൾ കുറച്ചധികം നമ്മൾ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ഉണക്കാവാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ പൂപ്പിലും കാര്യങ്ങളൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആടുകൾക്ക് കൊടുക്കണത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ അത് മെല്ലെ വാരിയെടുത്ത് നമ്മൾ കളഞ്ഞു. ബാക്കി കൊഴിഞ്ഞു കിടക്കുന്ന ഇലകളെല്ലാം എടുത്ത് നമ്മൾ പോയിക്കുന്ന നമ്മുടെ ആ ബക്കറ്റിലിട്ട് ഒന്ന് കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ചെറിയ രീതിയിൽ പുകയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പം ഞാനിപ്പോൾ നമ്മുടെ പുല്ലിൻ്റെ കൂട് എന്തിനാ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുല്ലിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ കള്ളിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളെ ഈ കള്ളിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കൂടെല്ലാം ക്ലീൻ ചെയ്യുന്നത്. കൂടെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടകളിലൊക്കെയുള്ള അഴുക്കളും കാര്യങ്ങളെല്ലാം ചൂലൊക്കെ വെച്ച് നല്ല രീതിയിൽ അടിച്ച് കളഞ്ഞു. പിന്നെ ചെറിയ രീതിയിലൊക്കെ ആണിയൊക്കെ പൊന്തി നിൽക്കണതെല്ലാം ചുറ്റിയും കൊണ്ടൊക്കെ അടിച്ച് ഒന്ന് ലെവൽ ചെയ്തു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വിരിക്കുന്നത് ചണച്ചാക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കള്ളിയിലേക്ക് ഇടുമ്പോൾ അവർ ഈ ചണച്ചാക്കിൽ കടക്കാൻ അവർക്കൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കടക്കാൻ വേണ്ടി 2 ചണച്ചാക്കും കാര്യങ്ങളെല്ലാം വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ സുന്ദരിയുടെ കൂടെ തന്നെയാണോ നമ്മൾ ഇട്ടേക്കണത്. ഇപ്പോൾ അവൾ പ്രസവിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ് അവരെ മാറ്റാൻ പോയത്. ഒരു ദിവസം രാത്രി നമ്മൾ ഈ സുന്ദരിയുടെ കൂടെ തന്നെ ഇട്ടു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അവർക്ക് കിടക്കാനുള്ള ചാക്കും കാര്യങ്ങളെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ 3 കുഞ്ഞുങ്ങളെയും നമ്മൾ ഇപ്പുറത്തെ കള്ളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമായിട്ട് മാറ്റിയിട്ടതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരിക്ക് നേരെ പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് തന്നെ കാണാം കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം കരച്ചിൽ നിന്നുള്ളൂ കേട്ടോ. അതിനുശേഷം മെല്ലെ മെല്ലെ കരച്ചിൽ കുറഞ്ഞു വന്നു. അത്യാവശ്യം വലിയ കള്ളി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നടക്കാനും ഓടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരിയും കുഞ്ഞുങ്ങളും 2 കള്ളിയിലാക്കി മാറ്റി. അവർ പിന്നെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരി ഇതുപോലെ പുറകോട്ട് കുഞ്ഞുങ്ങൾ സേഫ് ആണോ എന്ന് കൂടെ നോക്കൽ മാത്രമായി കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെല്ലാം ക്ലിയർ ആക്കി കുഞ്ഞുങ്ങളെല്ലാം മാറ്റിയിട്ടു. അതിനുശേഷം നമ്മളുടെ സുന്ദരിയുടെ കള്ളി നല്ല രീതിയിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്തു. പിന്നെ ഇടയ്ക്ക് അവൾക്ക് അഴുക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൂട് എപ്പോഴും നല്ല വൃത്തിയാക്കി തന്നെ കേട്ടോ. ഈച്ചകളൊക്കെ വന്ന് ഇരിക്കാൻ ഇടവരുത്തരുത്. പിന്നെ ഞാനിവിടെ ഈച്ചകൾ അങ്ങനെ അഴുക്കിലൊന്നും വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ അഴുക്കാവുന്നിടത്തൊക്കെ ഇതുപോലെ ചാരം എടുത്ത് ഞാൻ തൂളി കൊടുക്കും. അങ്ങനെ ചാരം എടുത്ത് തൂളി കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകളുടെ ശല്യം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല അടിച്ച് ക്ലിയർ ചെയ്ത് സുന്ദരിയുടെ കള്ളിയും റെഡിയാക്കി. അതുപോലെ തന്നെ നമ്മുടെ ശൃംഗാരി അപ്പുറത്തുണ്ട് കേട്ടോ. നമ്മുടെ ശൃംഗാരിയുടെ കള്ളിയും അടിപൊളിയായി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ.